ലക്ഷങ്ങൾ മുടക്കാതെ ഡെയിലി നമുക്ക് ആയിരങ്ങൾ വീട്ടിലിരുന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി പരിപാടി. ഇത് ഭയങ്കര ഒരു വെറൈറ്റി ആണല്ലേ. ഇത് നമ്മൾ ഇടയ്ക്കിടെ നമുക്ക് ആവശ്യമുള്ളതിനനുസരിച്ചിട്ട് ഈ ഒരു സ്ക്രീൻ മാറ്റിക്കൊണ്ടേയിരിക്കും, അപ്ഡേറ്റ് ചെയ്യാം. ഇങ്ങനെ ഒരു സംഭവം ഒരിക്കലും നിങ്ങൾ നമ്മുടെ കേരളത്തിൽ കണ്ടിട്ടുണ്ടാവില്ല കേട്ടോ. ഇതെല്ലാം നിങ്ങൾ നോക്കിയേ, വെറൈറ്റിയുടെ ഒരു ലോകം തന്നെയാണ് കേട്ടോ ഇത്. ഇപ്പൊ നിങ്ങൾക്ക് ഫോണിൽ ഒട്ടിച്ച് കഴിഞ്ഞാൽ നേരെ നോക്കുമ്പോൾ മാത്രമേ നേരെ നോക്കുമ്പോൾ കാണാൻ പറ്റുള്ളൂ. സൈഡിൽ നിന്ന് നോക്കുമ്പോൾ കാണാൻ പറ്റത്തില്ല. സൈഡിലേക്ക് പോകുമ്പോൾ കാണുന്നില്ല. കസ്റ്റമേഴ്സിന് വേറെ സാധനങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഡിഫറെന്റ് മോഡൽസ് ഉണ്ട്. അതിന് വേണ്ടിട്ട് ഷോപ്പുകാർക്ക് നിങ്ങൾ ഇതേപോലെ കൊടുക്കുകയാണ് ചെയ്യുക. ഇതിൽ ഏത് വേണം അത് ഷോപ്പുകാർക്ക് എടുക്കാം. FG റോഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലാണ് കേട്ടോ. തൃശ്ശൂർ ജില്ലയിൽ കൊക്കാല എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത്. അതായത് നമ്മുടെ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ ഉണ്ടല്ലോ, അതേപോലെ തന്നെ തൃശ്ശൂർ KSRTC ബസ് സ്റ്റാൻഡ്, ഇതിന്റെ ഒക്കെ തൊട്ടടുത്തായിട്ട് മേയർ ഫോൺ പാർലർ എന്ന് പറയുന്ന ഒരു അടിപൊളി ഒരു വലിയ ഒരു ഹോൾസെയിൽ ഷോറൂമിലാണ് വന്നിരിക്കുന്നത്. ഇതിന്റെ ഓണർ ആയിട്ടുള്ള ഫാറൂഖ് ഭായി ഇപ്പൊ കൂടെ ഉള്ളത്. ഫാറൂഖ് ഭായി, നിങ്ങൾ ഈ ഒരു മേഖലയിൽ, അതായത് മൊബൈലിന്റെ ഒരു വലിയൊരു ഷോറൂം എന്ന് നമുക്ക് ഇത് പറയാൻ പറ്റില്ല, നമ്മുടെ കേസുകൾ അല്ലെ, കേസിന്റെ മാത്രമായിട്ടുള്ള, അത് കേരളത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും. കേസിന് മാത്രമായിട്ട് ഇങ്ങനെ ആദ്യമായിട്ടായിരിക്കും നിങ്ങൾ ഈ ഒരു മേഖലയിലേക്ക്, ഈ ഫോണുമായിട്ട് ബന്ധപ്പെട്ട് ഇതിന്റെ മേഖലയിലേക്ക് വന്നിട്ട് എത്ര വർഷമായിട്ടുണ്ട്? 15 വർഷമായിട്ടുണ്ടാവും ഈ ഒരു മേഖലയായിട്ട് വന്നത്. 15 വർഷമായിട്ടുണ്ട്. ഇങ്ങനെ ഒരു കാര്യത്തിലേക്ക് വരാനുള്ള ഒരു കാരണം എന്താണ്? അതായത് മൊബൈൽ കേസ് എന്ന് പറയുമ്പോൾ മിക്ക ഷോപ്പുകാരും ചെയ്യാൻ പേടിക്കുന്ന ഒരു സംഭവമാണ്. അതായത് ഡെഡ് സ്റ്റോക്ക് വരും എന്നുള്ള ഒരു പേടിച്ചിട്ട് സ്റ്റോക്ക് ചെയ്യാനൊരു പേടിയാണ്. ഓക്കെ, പക്ഷെ ഇത് കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്താൽ എത്രയും പ്രോഫിറ്റബിൾ ആയിട്ടുള്ള വേറൊരു വലിയൊരു പ്രശ്നമല്ല ഇത്. അല്ല അതെല്ലാരും പേടി അതാണ്. പക്ഷെ അവിടെയാണ് നിങ്ങളൊരു ധൈര്യം കാണിച്ചത്. അതുകൊണ്ട് തന്നെ ഞാനിവിടെ വന്നത്. ഞാനിവിടെ വന്ന സമയത്തുണ്ടല്ലോ, ശരിക്കും അതിശയപ്പെടുത്തി കളഞ്ഞു. കാരണം നമ്മൾ മനസ്സ് പോലും ചിന്തിക്കാത്ത രീതിയിലുള്ള പല പ്രോഡക്റ്റുകളാണ് ഇവിടെ ഫാറൂഖ് ഭായി നമ്മുടെ മുന്നിലേക്ക് കാണിക്കാൻ പോകുന്നത്. അതെന്തൊക്കെയാണ് നമ്മൾ കാണാൻ പോവാണ്. നേരെ നമുക്ക് ആ വിശേഷത്തിന് പോവാം അല്ലെ. ഓക്കെ, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇനി അറിയാൻ പോകുന്നത് ഫാറൂഖ് ഭായിയുടെ അനിയൻ റാഷിയാണ് ഇപ്പൊ കൂടുതൽ. റാഷി, പുതിയ കാര്യങ്ങൾ എന്തൊക്കെയാണ്? വെറൈറ്റി ഐറ്റംസ്, ലേറ്റസ്റ്റ് ടെക്നോളജി വരുന്ന നമ്മുടെ അടുത്തുള്ള പൗച്ച്. ഇതൊരു ഡിസ്പ്ലേ ആണ്. അതായത് ജസ്റ്റ് NFC മെത്തേഡ് ആണ് ഇതിന് യൂസ് ചെയ്യുന്നത്. ലേറ്റസ്റ്റ് ടെക്നോളജി ആണ്. അതായത് ബാറ്ററി കൺസംഷൻസ് ഒന്നും വരില്ല. ഇത് നമ്മുടെ മേയറിന്റെ ഓൺ ബ്രാൻഡ് ആണ്, നമ്മൾ ഓൺ പ്രൊഡക്ഷൻ ആണ്, നമ്മൾ ചെയ്ത സാധനമാണ്. ജസ്റ്റ് ഒന്ന് ഫോൺ എടുത്തിട്ട് ഇതിൽ സ്കാൻ ചെയ്യാം. അപ്പൊ ഒരു ആപ്പ് ഓപ്പൺ ആവും. അതില് നമുക്ക് അപ്പൊ തന്നെ ഓപ്ഷൻ ഉണ്ട് ഫോട്ടോ എടുക്കാനുള്ള. അത് എടുത്തു കഴിഞ്ഞാൽ സ്പോട്ടിൽ നമുക്ക് ഇവിടെ ഫോട്ടോ വരും. ഗാലറിയിലുള്ള ഏതെങ്കിലും ഉണ്ടെങ്കിൽ ആ ആപ്പിൽ തന്നെ ഓപ്ഷൻ ഉണ്ട് ഗാലറിയിൽ നിന്ന് അപ്ലോഡ് ചെയ്യാനുള്ള. അത് അപ്ലോഡ് ചെയ്യുക, അപ്പോൾ ഓട്ടോമാറ്റിക്കലി അപ്പൊ തന്നെ പിക്ചറും ആവും. ഇത് ഭയങ്കര ഒരു വെറൈറ്റി ആണല്ലേ. ഇത് നമ്മൾ ഇടയ്ക്കിടെ നമുക്ക് ആവശ്യമുള്ളതിനനുസരിച്ചിട്ട് ഈ ഒരു സ്ക്രീൻ മാറ്റിക്കൊണ്ടേയിരിക്കും, അപ്ഡേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ വേറൊരു ലേറ്റസ്റ്റ് പൗച്ചാണ് ഇത് സെലിബ്രിറ്റി പൗച്ചാണ്. ഇപ്പൊ നമ്മൾ ഈ കാണുന്ന പോലെ ബാഗായിട്ട് യൂസ് ചെയ്യാം. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ യൂസ് ചെയ്യാം. ഇതൊക്കെ ഭയങ്കര ഡിഫറെന്റ് ആണ്, കോമൺ ആയിട്ട് എവിടെയും കാണാൻ പറ്റത്തില്ല. ഇതൊന്നും എവിടെ ഇല്ലല്ലോ, ആരെ കയ്യിലും കണ്ടില്ല ഇങ്ങനത്തെ പ്രോഡക്റ്റുകളൊന്നും. പിന്നെ അതുപോലെ വേറൊരു പൗച്ചാണ് ഇത് കണ്ടില്ലേ, ഇത് നമുക്ക് ഇങ്ങനെ യൂസ് ചെയ്യാം. പിന്നെന്താ, ബാക്കിൽ മിറർ ഉണ്ട്. ഇപ്പോഴത്തെ ലേഡീസിന് ഏറ്റവും മസ്റ്റ് ആയിട്ട് വേണ്ട ഒരു സാധനമാണ് മിറർ. അതിനായിട്ട് ഇനി എവിടെയും പോകണ്ട, നമ്മൾ പൗച്ചിന്റെ ബാക്കിൽ തന്നെ ഉണ്ട്. പിന്നെ അതുപോലെ നമുക്ക് കുറച്ച് ബൾക്കി ആയിട്ടുള്ള ഫോൺ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പൗച്ച് ഉണ്ട്. ഇതാകുമ്പോൾ ഭയങ്കര പ്രൊട്ടക്ഷൻ ആണ്. വീണ് കഴിഞ്ഞാലൊന്നും ഒരു കംപ്ലൈന്റ് വരത്തില്ല. ഫുള്ള് റബ്ബർ മെറ്റീരിയൽ ആണ്, ഡാമേജസ് വരത്തില്ല. വെറൈറ്റി ഡിഫറൻസ് ആയിട്ടുള്ള സ്റ്റൈലാണ്. അടുത്തത് പിന്നെ നമ്മളെ ലബൂബ്. ഇതിപ്പോ ഇതിനെ പറ്റി പ്രത്യേകിച്ച് പറയണമെന്നില്ല. ഇതാണ് ഇപ്പൊ നല്ല ട്രെൻഡിങ്ങില് കുഞ്ഞു മക്കൾക്ക് വരെ അറിയുന്ന ഒരു കാര്യമാണ് ഇപ്പൊ ലബൂബ്. ഇതൊന്നും ഇപ്പൊ എവിടെ ഇല്ല, അത്രക്ക് കോമൺ ആയിട്ട് കാണാൻ പറ്റാത്തൊരു മോഡലാണ്. നിങ്ങളുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് എന്താണെങ്കിലും ഒരു വെറൈറ്റി ഫസ്റ്റ് നിങ്ങൾ എടുത്തിട്ടുണ്ടാവും അല്ലേ. അതെ, ട്രെൻഡിങ്ങിൽ നടക്കുന്നത് ഫസ്റ്റ് ഇവിടെ ഉണ്ടാവും. അതുപോലെ തന്നെ ഇത് കണ്ടില്ലേ, ഇതിൽ എല്ലാം ഓരോന്നും ഓരോ ഡിഫറെന്റ് ടൈപ്പ് പൗച്ചസ് ആണ്. ഫുൾ വെറൈറ്റി പൗച്ചസ് ആണ്. ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് വേറൊരു മോഡലാണ്. ഇതെന്താണ് ഇതിന്റെ പുറകിൽ ഒരു ട്യൂബ്? ഇതൊരു ലിപ് ബാം ആണ്. ഓരോ ഈ പൗച്ചിന് വേറെ തീം ഉണ്ട്. ആ തീമിൽ വരുന്ന ലിപ് ബാം ആണ്. അത് ശരി, യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ തന്നെ വെക്കാം. ഇനി ഇതിനായിട്ട് പ്രത്യേകിച്ച് പേഴ്സോ അങ്ങനെ ഒന്നിന്റെ ആവശ്യമില്ല. ഒരു എക്സ്ട്രാ നമ്മൾ ഈ ലിപ് ബാം കരുതാൻ വേറൊരു പേഴ്സിന്റെ ആവശ്യമില്ല. പിന്നെ അതുപോലെ തന്നെ ഇത് പപ്പിയുടെ ഇത് ബാഗ് പോലെ യൂസ് ചെയ്യാം. കണ്ടില്ല, എല്ലാം ഡിഫറെന്റ് ആണ്. ഇപ്പൊ ഇത് നോക്കി കഴിഞ്ഞാൽ ഇതാണ് ബാക്കിൽ പോപ്പ് സോക്കറ്റ് വരുന്നുണ്ട്. നമുക്ക് എല്ലാം വേറെ വേറെ ടൈപ്പ് ആണ് അല്ലേ. ഒന്നിനും ഒരു മറ്റതുമായിട്ട് ഒരു സാമ്യം ഇല്ലാത്ത രീതിയിലുണ്ടെങ്കിൽ നമുക്ക് സ്റ്റാൻഡ് ആയിട്ട് യൂസ് ചെയ്യാൻ ഇത് പൊന്തിക്കുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ തന്നെ വെച്ചാൽ മതി. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് നമ്മുടെ കയ്യിലുണ്ട്. നോർമൽ വേണമെന്നുണ്ടെങ്കിൽ നോർമൽ ഉണ്ട്. ഇതുപോലെ നോർമൽ ബ്ലാക്ക് സിലിക്കോൺ ബ്ലാക്ക് അല്ലെങ്കിൽ ഏത് കളർ വേണമെങ്കിലും ഇങ്ങനത്തെ നോർമൽ പൗച്ചസ് കിട്ടും. ഞാനത് ചോദിക്കാൻ പോവായിരുന്നു. നമ്മൾ കണ്ട കംപ്ലീറ്റ് എന്താ പറയാ വെറൈറ്റി ഐറ്റംസ് ആണ്. ഇപ്പൊ നോർമൽ ആണെങ്കിൽ ഇങ്ങനത്തെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മളെ ട്രാൻസ്പാരന്റ് ഉണ്ട്. ട്രാൻസ്പാരന്റ് ഒക്കെ ഒരുപാട് മോഡൽസിനുണ്ട്. സാധാ മോഡൽസ് അല്ലേ. അതുപോലെ ഇതാ ഫോണിന്റെ സെയിം ഡിസൈൻസ് കാണുന്ന ഇത് യെല്ലോ ഷെയ്ഡ് വരാത്ത ട്രാൻസ്പാരന്റ് പൗച്ചാണ്. കളർ മാറില്ല. മറ്റേ റബ്ബർ മെറ്റീരിയൽ ആണെങ്കിൽ എത്ര രൂപയുടെ ആണെങ്കിൽ കളർ മാറും. ഇതിന് ആ കളർ ചേഞ്ച് അങ്ങനെ ഒന്നും വരത്തില്ല. അത്ര ക്വാളിറ്റി ഉള്ളതാണ്. ഉള്ളതാണ്. ഇതിപ്പോ നമ്മൾ ഈ കണ്ടിരിക്കുന്ന ഈ ഒരു പൗച്ചസ് ഉണ്ടല്ലോ,
ഇത് എല്ലാ ടൈപ്പും എല്ലാ മൊബൈലും യൂസ് ചെയ്യണം നിങ്ങൾ എടുത്തുണ്ടോ? എല്ലാത്തിനും ഉണ്ട്, എല്ലാത്തിനും എല്ലാ മോഡൽസിനും എല്ലാ ഡിഫറെന്റ് ടൈപ്പ് പൗച്ചസും ഉണ്ട് നിങ്ങൾ എടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു കസ്റ്റമർ അല്ലെങ്കിൽ ഷോപ്പിൽ നിന്ന് ഒരാൾ വന്നു കഴിഞ്ഞാല് നിങ്ങളുടെ അടുത്ത് ഇത്ര മാത്രം പൗച്ചസ് ഉണ്ടാകും, അവർക്ക് ഇത് എടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കില്ലേ? അതിനുവേണ്ടിയാണ് നമ്മൾ ഓരോ സെക്ഷൻ ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇപ്പൊ ഐഫോണിന്റെ ആണെങ്കിൽ ഐഫോൺ ഈ സെക്ഷൻ ഉണ്ടാവും, ഇപ്പോൾ എം എയുടെ ആണെങ്കിൽ എം എ ഒരു സെക്ഷൻ ഉണ്ട്. അതുപോലെ എം എ ഏത് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അത് മുതൽ റോ ആയിട്ട് തന്നെ നമ്മൾ പൗച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിപ്പോ ഏത് ഷോപ്പായിരിക്കും എടുക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല, എളുപ്പത്തിൽ വന്നിട്ട് സെലക്ട് ചെയ്യാൻ പറ്റും, തന്നെ ചോയ്സ് ആയിട്ട് എടുക്കാം. അവരുടെ അടുത്ത് ഇല്ലാത്ത മോഡൽ ഏതാണ് എല്ലാം കണ്ടുപിടിക്കാൻ എളുപ്പമായിരിക്കും. അതിനുവേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചത്. ഒരു നമ്പർ പ്രകാരം തന്നെ കറക്റ്റ് ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾ അല്ലേ? അപ്പൊ ഈ ഒരെണ്ണത്തിൽ നമ്മൾ കയറി കഴിഞ്ഞാൽ അതിൽ പല വെറൈറ്റി ആണ്, ഒരുപാട് മോഡൽസ് ഉണ്ടാവും ഒരു മോഡലിൽ തന്നെ. കണ്ട ഇപ്പൊ ജെൻസ് ആയാലും ലേഡീസ് ആയാലും എല്ലാം ഒരുപാട് 50-ൽ കൂടുതൽ മോഡൽ ഉണ്ടാവും ഒരു ഫോണിന്റെ ഒരു മോഡലിന്. ഇത് ടോട്ടൽ എത്ര ഐറ്റംസ് നിങ്ങൾ 1000-ൽ കൂടുതൽ മോഡൽസ് ഉണ്ട്, ഫോണിന്റെ മോഡൽസ് ഉണ്ട്. അതിൽ ഒരു മോഡലിൽ തന്നെ 50-ൽ കൂടുതൽ ഡിസൈൻസ് വരുന്നുണ്ട് ഒരു പൗച്ചിന്. 1000-ൽ കൂടുതൽ മോഡൽസ് വരുന്നുണ്ട്, അത് നിങ്ങളുടെ അടുത്ത് ഉണ്ടാവും. അടുത്ത നമ്മുടെ ടെമ്പേർഡ് ഗ്ലാസ് കാണാൻ പോവാണ് അല്ലേ? അതെ. ഇത് എത്ര വെറൈറ്റീസ് ആണ് ഇവിടെ നിൽക്കുന്നത്? 15-ൽ കൂടുതൽ മോഡൽസ് ഉണ്ട് നമ്മുടെ ടെമ്പേർഡ് ഗ്ലാസ്. ഇതൊക്കെ നോക്കുകയാണെങ്കിൽ നോർമൽ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഗ്ലാസ് ആണ് വരുന്നത്. അതുപോലെ തന്നെ ഇത് വളരെ ഡിഫറെന്റ് ഗ്ലാസ് ആണ്. ഇതിന്റെ സൈഡ് ഡയമണ്ട് കട്ടിംഗ് ആണ് വരുന്നത്. ഇത് ഫോണിൽ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഷോ ആയിരിക്കും. കണ്ടിട്ടില്ല, വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ടൈപ്പ് ആണ്, കോമൺ ആയിട്ട് കാണാൻ പറ്റത്തില്ല. പിന്നെ വരുന്നത് നമ്മുടെ അടുത്തൊരു പ്രൈവസി ഗ്ലാസ് ആണ്. പ്രൈവസി ഗ്ലാസ്, അതായത് ഇതിപ്പോ നിങ്ങൾക്ക് ഫോണിൽ ഒട്ടിച്ച് കഴിഞ്ഞാൽ നേരെ നോക്കുമ്പോൾ മാത്രമേ നേരെ നോക്കുമ്പോൾ കാണാൻ പറ്റുള്ളൂ. സൈഡിൽ നിന്ന് നോക്കുമ്പോൾ കാണാൻ പറ്റത്തില്ല, സൈഡിലേക്ക് പോകുമ്പോൾ പറ്റത്തില്ല. കാണില്ല. ഇക്കാലത്ത് യാത്ര ചെയ്യുമ്പോഴൊക്കെ വളരെ അധികം ഉപകാരപ്പെടുന്ന ടൈപ്പ് ഗ്ലാസ് ആണ്. അതേപോലെ ഇത് ഭയങ്കര ക്വാളിറ്റി കൂടിയ ഗ്ലാസ്, അതിന് ഭയങ്കര തിക്നെസ് ആണ്. ഇപ്പൊ ഫോൺ നിലത്ത് വീണ് കഴിഞ്ഞാൽ ഡിസ്പ്ലേക്ക് ബാധിക്കത്തില്ല. പിന്നെ വരുന്നത് ഫിംഗർ ടൈപ്പ് ഗ്ലാസ് ആണ്. ഇതിപ്പോ ഈ സാംസങ്ങിന്റെ S സീരീസിനൊക്കെ ഒരുപാട് ആൾക്കാർ ഗ്ലാസ് ഒട്ടിച്ചിട്ട് ഫിംഗർ സപ്പോർട്ട് ആവുന്നില്ല എന്ന് പറയുന്ന ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. ഇത് ഒട്ടിക്കുമ്പോൾ അങ്ങനത്തെ യാതൊരു പ്രശ്നവും വരത്തില്ല. ഈ ടൈപ്പ് തന്നെ നമ്മുടെ അടുത്ത് മാറ്റും വരുന്നുണ്ട്, പ്രൈവസി ഗ്ലാസും വരുന്നുണ്ട്. മാറ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഗെയിം കളിക്കുന്ന ആൾക്കാർക്കൊക്കെ ഒരുപാട് ഉപകാരപ്പെടും. അതേപോലെ മറ്റേത് ഈ പറഞ്ഞ യാത്രയുടെ കേസ് പോലെ പ്രൈവസി ഗ്ലാസ് ആണ് വരുന്നത്. ഇതിലും പ്രൈവസി വരുന്നുണ്ട്. ഇവിടെ അതേപോലെ ഇവിടെ കുറച്ച് കാര്യങ്ങൾ കാണും. ഇതെന്തൊക്കെയാണ്? ഇതാണ് ഡോഗ് പൗച്ച്. അതായത് ചാർജറിന്റെ അഡാപ്റ്റർ മാത്രമില്ല, അഡാപ്റ്ററിന് യൂസ് ചെയ്യാവുന്ന പൗച്ചാണ്. ഇതൊരു അഡാപ്റ്റർ ആണ്, അതിനനുസരിച്ചുള്ള ഒരു പൗച്ചാണ്. അതിന്റെ കൂടെ കേബിളിനും അതുപോലെ തന്നെ നമ്മൾ ആ പിന്നിന് യൂസ് ചെയ്യാവുന്ന ഒരു സെറ്റ് ആണ് ഇത് ഉണ്ടാവില്ല. ഇതിന്റെ പേരാണ് ഡോഗ് പൗച്ച്. ഇതിപ്പോ സാംസങ്ങിന്റെ 25 വാട്ട്, സാംസങ്ങിന്റെ 45 വാട്ട്, ഐഫോണിന്റെ 20 വാട്ട് എന്നീ അഡാപ്റ്റേഴ്സിനൊക്കെ ഇങ്ങനത്തെ പൗച്ചസ് വരുന്നുണ്ട്. ഇതേപോലത്തെ പൗച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പക്ഷെ ഒരുപാട് കസ്റ്റമേഴ്സ് ഇത് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻസ് നമുക്ക് ഇവിടെ ഉണ്ട്. ഇത് കമ്പനി സാധനമാണ്. പക്ഷേ ഇപ്പോൾ കസ്റ്റമേഴ്സിന് വേറെ സാധനങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഡിഫറെന്റ് മോഡൽസ് ഉണ്ട്. അതിന് വേണ്ടിയിട്ട് ഇപ്പൊ ഇതുപോലത്തെ ഒരു പ്ലെയിൻ പൗച്ച് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് വേണ്ട സാധനം നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കും. ഉദാഹരണത്തിന് ഇപ്പൊ ഇതൊക്കെ കാണിച്ചുതരാം. ഇതൊരു പ്ലെയിൻ പൗച്ചാണ്. ഇപ്പൊ ഇതുപോലത്തെ ടോം ആൻഡ് ജെറി തന്നെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഓപ്ഷൻസ് നമുക്കുണ്ട്, അതിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി വേറെ ഡിഫറൻറ്റ് ടൈപ്സ് ആണ്, സ്റ്റാർബക്സ് അങ്ങനത്തെ ഒരുപാട് മോഡൽസ് നമ്മൾ എടുത്തുണ്ട്. ഇപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഈ ക്രോക്സിനൊക്കെ വരുന്ന ഒരു മെറ്റീരിയൽ ടൈപ്പ് ഉണ്ട്, ക്രോക്സിന്റെ ഫ്രണ്ടിലേക്ക് വെച്ചാൽ അതുപോലത്തെ തന്നെ പൗച്ചിലും നമുക്ക് യൂസ് ചെയ്യാം. ഇതുപോലെ ഒരുപാട് സാധനങ്ങൾ നമുക്ക് ഇതിൽ അപ്ലൈ ചെയ്യാം. ഇത് ഒട്ടിക്കാൻ പറ്റുന്ന ഇത് ബാക്കിൽ ഒരു സ്റ്റിക്കറാണ്. പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണ്ട സ്ഥലത്ത് വേണ്ട ഡിസൈൻസ് നമുക്ക് ഇതിൽ ഒട്ടിച്ചു കൊടുക്കാം. ഏത് വേണമെങ്കിലും ഇതിൽ യൂസ് ചെയ്യും. ഇത് ഷോപ്പുകാർക്ക് നിങ്ങൾ ഇതേപോലെ കൊടുക്കുകയാണ് ചെയ്യുക. ഇതിൽ ഏത് വേണം അത് ഷോപ്പുകാർക്ക് എടുക്കാം, സെലക്ട് ചെയ്തെടുക്കാം, ചോയ്സ് ആയിട്ട് എടുക്കാം. പിന്നെ ക്യാമറ ലെൻസിൽ നമ്മളടുത്ത് 2 ടൈപ്പ് വരുന്നത്. ഇത് പിന്നെ കോമൺ ആയിട്ട് എല്ലായിടത്തും കാണും. ഇത് കുറച്ച് റയറാണ്. ഇതൊരു ഫുട്ബോൾ എഡിഷനാണ് വരുന്നത്. ഇതൊരു ഫുട്ബോൾ മോഡൽ ഉണ്ടാവും. ഫോണിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് ഇട്ട് കഴിഞ്ഞാൽ. സേഫ്റ്റിയും കാണാൻ നല്ല ഫീച്ചേർഡ് ആയിട്ടുള്ള ലുക്കും കിട്ടും. ക്വാളിറ്റി അതുപോലെ തന്നെ. അതുപോലെ തന്നെ നമ്മുടെ അടുത്ത് പിന്നെ ബഡ്സിന്റെ ഒരുപാട് പൗച്ചസ് വരുന്നുണ്ട്. എയർപോർട്സിൻ്റെത്, അതുപോലെ ബോട്ടിൻ്റെത്, അങ്ങനത്തെ കുറെ ലിമിറ്റഡ് എഡിഷൻസ് സാധനങ്ങൾ വരുന്നുണ്ട്. ഇതൊക്കെ പൗച്ചിൽ ഇട്ട് കഴിഞ്ഞാൽ, ബഡ്സിൽ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ. ഇങ്ങനത്തെ കുറെ ഐറ്റംസ് ഡിസൈൻസ് നമ്മളെ കയ്യിലുണ്ട്. അതും വേറെ ലുക്കിലുള്ള ഡിഫറെന്റ് ഐറ്റംസ് ഉണ്ട്. ഫറൂഖ് ഭായ്, ഇവിടുത്തെ പ്രോഡക്റ്റ് എല്ലാം കണ്ടു കഴിഞ്ഞു. ഇത് ശരിക്കും ഒരു വലിയൊരു ലോകം തന്നെയാണല്ലേ? ഇനി എനിക്ക് അറിയേണ്ടത്, നിങ്ങൾ എവിടെ വരെയാണ് നിങ്ങളുടെ ഈ ഒരു പ്രോഡക്റ്റ് ഒക്കെ ഇന്ന് മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? നമ്മള് കേരളത്തിലെ എല്ലാ ഡിസ്ട്രിക്റ്റിലും നമ്മൾ സാധനം പോയോണ്ടിരിക്കുന്നുണ്ട്. എല്ലാ ജില്ലയിലും കേരളമൊക്കെ നമുക്ക് തമിഴ്നാട്ടിലോട്ട് പോകുന്നുണ്ട്, കർണാടകയിലോട്ട് പോകുന്നുണ്ട്. ഇപ്പൊ ഈ സാധനം കർണാടകത്തിലോട്ടാണ് ഈ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പാക്ക് ചെയ്ത് അങ്ങോട്ട് അയക്കാൻ വേണ്ടി നോക്കുകയാണ് നമ്മൾ കൊറിയർ അയച്ചു കൊടുക്കും. അതായത് കസ്റ്റമർ, ഒരു ഷോപ്പുകാർ ഇവിടെ വന്നിട്ട് സെലക്ട് ചെയ്തിട്ട് പോവാണ് ചെയ്യുന്നത്. വീഡിയോ കോൾ ഫെസിലിറ്റി ഉണ്ട്. അവർക്ക് വീഡിയോ കോൾ ചെയ്തിട്ട് നമ്മൾ മോഡൽസ് കാണിച്ചു കൊടുത്തിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ട മാത്രം എടുത്താൽ മതി. അതല്ല അവർ മോഡൽസ് തന്നിട്ട് ഇപ്പൊ ചില കോമൺ പൗച്ചസ് ഉണ്ടാവും, സിലിക്കോൺ, ഐപെക്ക്, ഇങ്ങനെ പറഞ്ഞിട്ട് കോമൺ പൗച്ചസ്, അത് അവർ മോഡൽസ് മാത്രമേ അയച്ചു തരും. ഡിസൈൻ പൗച്ചസ് നമ്മൾ ഇവിടുന്ന് വീഡിയോ കോൾ ചെയ്ത് കൊടുത്തിട്ട് അവര് അതിന്ന് സെലക്ട് ചെയ്തിട്ടും അവർക്ക് എടുക്കാം. അങ്ങനെ ചെയ്യാം. ഇവിടെ വരേണ്ടവർക്ക് വന്നിട്ട് ഇവിടെ വരുന്നവർക്ക് വന്നിട്ടും സെലക്ട് ചെയ്തിട്ട് പർച്ചേസ് ചെയ്യും. ഇതിപ്പോ നിങ്ങൾ ഇവിടെ ചെയ്യുന്നത് നിങ്ങളുടെ സ്വന്തം ബ്രാൻഡിലും ചെയ്യുന്നുണ്ട് അല്ലേ? അതെ, നമ്മൾ സ്വന്തം ബ്രാൻഡിൽ നമ്മൾ ഒരുപാട് മോഡൽസ് ചെയ്യുന്നുണ്ട്. മേയർ എന്ന് പറഞ്ഞ
എന്നുള്ള പേരില്. അതായത് ഇതിപ്പോ നമ്മുടെ സ്വന്തം ബ്രാൻഡിൽ വരുന്നതാണ്. ഇതിപ്പോ പാക്കിംഗ് ആയിക്കോട്ടെ, പിന്നെ അതിലുള്ള എല്ലാ ഇപ്പൊ ബ്രാൻഡ് ലോഗോ ഇതിൽ തന്നെ ബ്രാൻഡ് കൊടുത്തിട്ടുണ്ട്, എല്ലാം കൊടുത്തിട്ടുണ്ട്. മേയർ. ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ, ഇതിപ്പോ നിങ്ങൾ ചെയ്യുന്ന നിങ്ങളുടെ ബ്രാൻഡ്, ഇത് ചിലർക്ക് അവരെ ബ്രാൻഡിൽ ചെയ്യാൻ ആവശ്യം ഉണ്ടാവും, അങ്ങനെ നിങ്ങൾ ചെയ്തു കൊടുക്കും? ഓ ഷുവർ, നമ്മൾ എന്തായാലും അതും ചെയ്തു കൊടുക്കും. അവരുടെ ബ്രാൻഡിൽ എന്താണോ അവരുടെ ബ്രാൻഡ്, അതിൽ നമുക്ക് എങ്ങനെയാണ് അവർക്ക് ഡിസൈൻ വേണ്ടത്, ഇതേ ഡിസൈൻ തന്നെ ചെയ്യണമെന്നില്ല. അപ്പൊ അവരുടെ അടുത്ത് വേറെ ഏതെങ്കിലും ഡിസൈൻ ഉണ്ടെങ്കിൽ അവർക്ക് ചെയ്യാം. ഇപ്പൊ എക്സാമ്പിൾ നമുക്കിപ്പോ ഈ ഒരു ഫോണാണ്, ഈ ഒരു പൗച്ചാണ്, ഇത് അവരുടെ ബ്രാൻഡിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരുടെ ബ്രാൻഡിൽ ചെയ്തു കൊടുക്കാൻ പറ്റും. കവർ അവരുടെ ഡിസൈനിൽ ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ ഓക്കെ, അങ്ങനെ. അതെല്ലാം നമുക്ക് ഡിസൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിസൈൻ ചെയ്യും, അങ്ങനെ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഞാൻ മറ്റൊരു കാര്യം ഞാൻ ചോദിക്കാം. ഞാൻ തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, അതായത് നമുക്ക് ലക്ഷങ്ങളും പതിനായിരങ്ങളും മുടക്കാതെ ഇൻവെസ്റ്റ് ചെയ്യാതെ വീട്ടിലിരുന്നു കൊണ്ട് ഒരു വരുമാനം ഉണ്ടാക്കാനുള്ള അങ്ങനെ ഒരു പരിപാടി നിങ്ങളുടെ അടുത്തുണ്ട് പറഞ്ഞു. ഇപ്പൊ ഈ വീട്ടിലിരുന്നുകൊണ്ട് പലരും ഇൻസ്റ്റ വഴി, ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴി ഇത് സെയിൽ നന്നായിട്ട് നടത്തുന്നുണ്ട്. പല പ്രോഡക്റ്റുകളും ചെയ്യുന്നുണ്ട്. പല പ്രോഡക്റ്റും ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഈ പ്രോഡക്റ്റും ചെയ്യുന്നുണ്ടോ? നമ്മൾ ചെയ്യുന്നില്ല, പക്ഷെ നമ്മൾ അത് ചെയ്യുന്നവർക്ക് നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പൊ അവർക്ക് കുറച്ച് ക്വാണ്ടിറ്റി എടുത്താൽ മതി, വല്ലാണ്ട് ക്വാണ്ടിറ്റി എടുത്തിട്ട് ബൾക്ക് ക്വാണ്ടിറ്റി എടുക്കാണ്ട് കുറച്ച് ക്വാണ്ടിറ്റി എടുത്ത് അവർക്ക് ട്രൈ ചെയ്ത് നോക്കാം, ഓക്കെ ആണോ. അപ്പൊ അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ അവർക്ക് വേറെ മോഡൽസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫോട്ടോസ് ചെയ്ത് അവർക്ക് അയച്ചു കൊടുത്തിട്ട് അവർക്ക് അതും ഓൺലൈനിൽ ചെയ്ത് നോക്കിയിട്ട് പോകുന്നുണ്ട്, എൻക്വയറീസ് വരുന്നുണ്ടെങ്കിൽ മാത്രം ഇത് സ്റ്റോക്ക് അവർ കയ്യിൽ വെച്ചാൽ മതി. ഫസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വീട്ടിലിരുന്നുകൊണ്ട് നല്ല വരുമാനം ഉണ്ടാക്കാം. അതായത് ഇതിന്റെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ പ്രോഫിറ്റ് ആണ്. അപ്പൊ വീട്ടിലിരുന്നുകൊണ്ട് അത്യാവശ്യം നല്ലൊരു വരുമാനം ഉണ്ടാക്കാം. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞത് തെറ്റില്ല. ഇല്ല, വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ആയിരങ്ങളും പതിനായിരങ്ങളും ഉണ്ടാക്കാം. എന്തായാലും ഉണ്ടാക്കാം. ഉണ്ടാക്കുന്നവർ ഒരുപാട് പേരുണ്ട്. നമ്മളെ പരിചയത്തിൽ തന്നെ ഒരുപാട് പേരുണ്ട്. ഇത്രയാണ് മേയർ ഫോൺ പാർലറിന്റെ വിശേഷങ്ങൾ. അടിപൊളി കാഴ്ചയല്ലേ? നമുക്ക് തന്നെ സ്വന്തമായിട്ട് വരുമാനം ഉണ്ടാക്കാനുള്ള ഒരു സാധ്യത കൂടി നമ്മൾ കേട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ നിങ്ങളൊരു ഷോപ്പ്, മൊബൈൽ ഷോപ്പോ കാര്യങ്ങളോ നടത്തി പോകുന്ന ഒരാളാണെങ്കിൽ ഇവിടെ നിങ്ങൾ കണ്ട ഈ പൗച്ചസിന്റെ ഒരു വലിയൊരു ലോകം തന്നെയാണ് നിങ്ങളുടെ മുന്നിലേക്ക് മേയർ ഫോൺ പാർലർ തുറന്നു വെച്ചിരിക്കുന്നത്. നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ തന്നെ ശരിക്കും ഞെട്ടിപ്പോ, അത്രമാത്രം വെറൈറ്റീസ് ആണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്ത് വിളിക്കാം, നിങ്ങൾ സംസാരിക്കാം. ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്താണ്. അടുത്ത ദിവസം ഒരു അടിപൊളി വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് വരാം. ഓക്കെ, ബൈ.